നീ ബേജാറാവണ്ട, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. സലാം ബാബ. എന്താടോ പോലീസേമാനെ കോഴിക്കോട്ടേക്ക് വിട്ടിട്ട് ഇരിപ്പുറക്കണില്ലേ? അതല്ല ബാബ, ഫോണിൽ കൂടി പറയാൻ പറ്റാത്ത കാര്യങ്ങളാ. അതാ SP സാർ പറഞ്ഞത് ബാബയെ നേരിട്ട് വന്നൊന്ന് കണ്ട് സംസാരിക്കാൻ. എന്താ കാര്യം? സംഗതി അല്പം സീരിയസ് ആണ്. എന്തായാലും ഇരുന്ന് സംസാരിക്കേ. കഴിഞ്ഞ 2 മാസമായി ഡിപ്പാർട്ട്മെന്റിന് ഒരു കേസ് പോലും കിട്ടിയിട്ടില്ല. 10-12 ഡീൽ നടന്നിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് മുകളിലുള്ളവർക്കറിയാം. അതുകൂടാതെ കായലിൽ താഴ്ത്തിയ 2 കോൺക്രീറ്റ് ചാക്കുകെട്ടുകളുടെ അന്വേഷണം കൂടി പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. പൊങ്ങാതിരിക്കാനുള്ളതും കൂടി ചേർത്തല്ലേ നമ്മൾ ഷാജിയെ അങ്ങോട്ട് വിട്ടത്. ഇനിയിപ്പോ എന്താ വേണ്ടത്? അതിലൊന്നും നിൽക്കുമെന്ന് തോന്നില്ല ബാബ. പിന്നെ മേളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അവർക്ക് വേണ്ടത് ന്യൂസാ. ഒരു 2-ൻ്റെയെങ്കിലും. അപ്പോ അതാണ് സംഗതി. അവർക്ക് വേണ്ടത് ന്യൂസ് മാത്രമല്ലല്ലോ, അതിൽ നമുക്കണ നമ്മുടെ കാശും കൂടിയല്ലേ. എന്നിട്ട് ഓർക്ക് കിട്ടുന്ന നമ്മുടെ കാശ് മുഴുവൻ കള്ളനാക്കുകയും ചെയ്യണം. നമുക്ക് മനസ്സിലായി. എത്രയാണ് കഴിഞ്ഞ തവണ അലിയുടെ കയ്യിൽ നിന്ന് പൊക്കിയ കള്ളൻ? നമുക്കറിയാം 3 കോടി. എന്നിട്ട് 2 കോടിന്ന് വാർത്ത. 1 ഏമാമാരുടെ കയ്യിൽ. ഇനിയിപ്പോ നമ്മുടെ കായ് മുക്കിയിട്ട് വേണം ഓർക്ക് ആ കള്ളനിറക്കാൻ. എന്നിട്ട് വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത, 2 കോടിയുടെ കള്ളനോട്ട് പിടിച്ചു. ഇതല്ലേ പ്ലാൻ? അതല്ല ബാബ, നമ്മളായിട്ട് കൊടുത്താ കുറച്ച് നാളത്തേക്ക് അനങ്ങാതിരിക്കും. അതല്ല ഇനി അവരായിട്ടുണ്ടാക്കാനാണെങ്കിൽ ബാബയ്ക്കറിയാലോ, മുമ്പ് എൻഫോഴ്സ്മെന്റുകാർ ചെയ്ത പോലെ ഏത് കണ്ണി എവിടുന്ന എപ്പോഴാ പൊട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നതല്ലേ, വയറ് കാലിയാക്കണ്ട. നല്ല അരിപ്പത്തിരിയും കോഴിക്കറിയും ഇവിടെയുണ്ട്. അത് കഴിച്ചിട്ട് സാറ് ധൈര്യമായിട്ട് പൊക്കോ. കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് ഷാജി വിളിക്കും. ബാക്കി കഥ ഓം പറയും. പുളി അവിടെ തൊള്ളർക്ക് പിടിച്ചോ. ഹലോ ബാബ. അക്കാമ്മ, നാളത്തെ ഡീലിനിടയിൽ ഒരു ചേഞ്ച് ഉണ്ട്. അയ്യോ, അതെന്ത് പറ്റി ബാബ? നാളത്തെ ഡീലിനിടയിൽ പോലീസുണ്ട്. അതേ മാമാർക്കുള്ള പാർട്ടി. 10:30 ആണ് അവർക്ക് കൊടുത്ത സമയം. നാളത്തെ 2-1 കള്ളം കയറി. അയ്യോ ബാബ, അങ്ങനെ പറയല്ലേ. അവരോടെ ഞാനൊരു 3-4 അവധിയായി പറയണു. ഇനി ഇതും നടന്നില്ലെങ്കിൽ എന്റെ കച്ചവടം പൂട്ടും ബാബ. 2-3 മാസമായിട്ടേ ഒരു ഡീലും കിട്ടിയിട്ടില്ല. ഇനി ഇതും നടന്നില്ലെങ്കിൽ പഴയ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് എനിക്ക് പടങ്ങി പോകേണ്ടി വരും. നീ ഒരു കാര്യം ചെയ്യ, ഡീൽ നടക്കട്ടെ. നീ അത് 9:30 തീർക്കണം. മനസ്സിലായോ? ശരി. ഒരു വെടിക്ക് 2 പക്ഷി. ഒറ്റിയാലും ഡീൽ നടക്കണം. അവരെ പിണക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ നിനക്ക്? അത് ഞാൻ ഏറ്റു ബാബ. 9:30 ഡീൽ നടന്നിരിക്കും. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. പാർട്ടി നാളെ കൃത്യം 8 മണിക്ക് കോഴിക്കോട് ഉണ്ടാവും. ഇനി നീ തീരുമാനിക്കും. എന്നാ പാർട്ടിക്കുള്ള മിക്സിന്റെ ബാക്കി ഉടനെ വരും. ശരി. അയ്യോ എടാ ഷുക്കൂറെ, ഓടിവാ. ഒരു സോഡ നാരങ്ങളോട് ഇവിടെ അക്കയ്ക്ക് ബേപ്പി കൂടിയുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ നാളെ എനിക്കൊരു ലീവ് വരാൻ പറ്റുമോ? അക്കറിയാലോ, വെറുതെ ഇരുന്ന് തിന്നാനുള്ള ഒറ്റ ആഗ്രഹം കൂടെ ഞാൻ അക്കന്റെ ഗ്യാങ്ങിൽ വന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല പോലീസ്. നമ്മൾ ജയിലിൽ കയറിയല്ലേ, അവിടെ ചപ്പാത്തി പരത്തണം, ചിക്കൻ കറി വെക്കണം, ഇതെല്ലാം ചെയ്ത് നടുകൂടി. പ്ലീസ് അക്ക, അക്കം കരയരുത്, അക്കം കരയരുത്. എന്റെ ഹൃദയം പിടക്കി. നാളത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അക്കം പറയുന്നത്? പുതുപ്പിനോട് നാളെ രാവിലെ 8 മണിക്ക് വരാൻ പറയണം.
പറഞ്ഞേക്കാം. വേണേ കുലുക്കി സോഡ. വേണ്ടേ ഞാൻ കുടിച്ചോളാം. അവന്റെ ഒരു ചോക്കോബാറതി. ചോക്കോബാറല്ല, ഇത് വാളംപുളിയാ. എന്നാ? അക്കക്ക് വിശക്കൂലേ? ഇല്ലടാ. കിട്ടോ? തേക്ക് അങ്ങോട്ട് നോക്കിയാ സൂര്യനെ കണ്ട നെയ്റോഷി ചമ്മന്തി ഒഴിച്ചോല്ല.